മുറിവേറ്റതിനെ തുടർന്ന് കോടനാട് അഭയാരണ്യത്തിലേക്ക് മാറ്റിയ കൊമ്പന്റെ ചികിത്സ തുടരുന്നു. വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ 1.5 മാസം നീണ്ടു നിൽക്കുന്നതാണ് ചികിത്സ. കോടനാട് നിന്ന് ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. അങ്ങനെ സുഖചികിത്സയുടെ കാലമാണ് ഇനിയെന്ന് തോന്നുന്നു. സുഖചികിത്സ എന്നൊക്കെ വിളിക്കാമോ എന്തോ. മുറിവ് ഉണങ്ങുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ആരോഗ്യം വീണ്ടെടുക്കുക പിന്നീട്, അല്ലേ? അങ്ങനെ മുറിവ് ഉണ്ടായതുകൊണ്ട് ആരോഗ്യം വല്ലാതെ ശോഷിച്ചു പോയിട്ടുണ്ട്. നമുക്കത് ദൃശ്യങ്ങളിലൊക്കെ മനസ്സിലാവുന്നതുമാണ്. അതൊക്കെ വീണ്ടെടുത്ത് പൂർണ്ണ ആരോഗ്യവാനാക്കി മാറ്റുക എന്ന ദൗത്യത്തിന് ആരംഭമായിരിക്കുന്നു, അല്ലേ? മോത്തി, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും അതൊരു സുഖചികിത്സ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അത്രയേറെ വലിയൊരു ആഴത്തിലുള്ള മുറിവാണ്. ഡോക്ടർ അരുൺ സക്കറിയ പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏകദേശം 1 മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ചികിത്സ ഈ കൊമ്പന് വേണ്ടിവരും എന്നതാണ്. ഇക്കഴിഞ്ഞ ജനുവരി 15-നാണ് ഈ അതിരപ്പള്ളി വനമേഖലയിൽ ഈ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ ഈ കൊമ്പനെ കാണുന്നത്. പിന്നീട് ജനുവരി 24-ാം തീയതിയോടുകൂടി ഈ കൊമ്പന് ആദ്യ രീതിയിൽ ഈ കൊമ്പനെ മയക്കുവെടി വെച്ച് അവിടെ വെച്ച് സ്റ്റാൻഡിങ് എലോൺ എന്ന രീതിയിൽ മരുന്ന് നൽകുകയും തുടർന്ന് കാട്ടിലേക്ക് തന്നെ വിടുകയുമായിരുന്നു. പക്ഷേ ആ ഒരു പ്രയോഗം അത് ഫലിച്ചില്ല. കാരണം 3-4 ദിവസം കഴിഞ്ഞതോടുകൂടി ഈ മരുന്ന് വെച്ച ഇടം വീണ്ടും പഴുത്ത് പുഴുവരിച്ച നിലയിൽ വീണ്ടും കാണുകയാണ്. അങ്ങനെ ആ ഒരു വ്രണം വലിയ തോതിൽ അത് വലുതാകുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് വീണ്ടും അതിനെ ക്യാച്ച് ചെയ്ത് റെസ്ക്യൂ ചെയ്ത് ഈ അഭയാരണ്യത്തിൽ കൊണ്ടുവന്ന് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയാണ് എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഈ കൊമ്പനെ പിടികൂടാനും അതോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ദൗത്യങ്ങളുമൊക്കെ ക്രമീകരിച്ചത്. ഇന്നലെ ഏറെ വളരെ മികച്ച രീതിയിൽ ആ ദൗത്യം പൂർത്തിയാക്കാനായി ഇപ്പോൾ നിലവിൽ ഈ കപ്രിക്കാട് അഭയാരണ്യത്തിൽ ഈ മസ്തകത്തിന് മുറിവേറ്റ കൊമ്പനുണ്ട്. നിലവിലിപ്പോൾ പ്രാഥമിക ചികിത്സയൊക്കെ നടത്തി ആ കൂട്ടിലാണുള്ളത്. പൈൻമരങ്ങളുടെയും മറ്റുമൊക്കെ ഇതിൽ തീർത്ത ഒരു വലിയൊരു കൂടാണ്. ആ കൂട്ടിലാണിപ്പോൾ ഈ കൊമ്പനുള്ളത്. ഈ ആദ്യഘട്ടത്തിൽ ഈ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുക. അതിനു വേണ്ടിയിട്ടുള്ള പ്രാഥമിക രീതിയിൽ ഈ മുറിവിനകത്തെ ഈ അഴുക്കും മറ്റുമൊക്കെ എല്ലാം തന്നെ ഇന്നലെ തന്നെ അത് കളഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ മുറിവ് ഉണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നും കാര്യങ്ങളുമൊക്കെയാണ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ 8 മണിക്ക് ശേഷം ഡോക്ടർ എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളും മറ്റുമൊക്കെ നോക്കുക. എന്തായാലും 1 മാസത്തിലേറെ നീണ്ട ഒരു ചികിത്സ വേണ്ടിവരും. മസ്തകത്തിൽ വളരെയേറെ ആഴത്തിലുള്ള ഒരു മുറിവ് തന്നെയാണ് ഈ കൊമ്പന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആരോഗ്യനിലയിൽ പോലും കഴിഞ്ഞ ദിവസം വലിയ പ്രതിസന്ധിയായ ഒരു അവസ്ഥയാണ് എന്നാണ് ഡോക്ടർ പങ്കുവച്ചത്. പക്ഷേ നിലവിലിപ്പോൾ ക്യാച്ച് ചെയ്ത് വേണ്ട മരുന്നും കാര്യങ്ങളും ഒക്കെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുശേഷം നല്ലൊരു പുരോഗതി ഈ ആനയിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നും ഈ നിലവിൽ ഇവിടുത്തെ ജീവനക്കാരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിട്ടില്ല എന്നത് വലിയൊരു അനുഗ്രഹമായി ഇന്നലെ അരുൺ സഖറിയ പറയുകയും ചെയ്തിരുന്നല്ലോ. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മസ്തകത്തിനാണ് മുറിവേറ്റത്. പക്ഷേ ആ ഒരു മുറിവ് വലിയ തലത്തിലേക്ക് ആഴത്തിലേക്ക് വ്യാപിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അത് ഇപ്പോഴും ഈ ആന ഇങ്ങനെ നിലനിൽക്കാൻ കാരണം. ഒരുപക്ഷെ ഇത് ഇനിയും വൈകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് ഒരു മരണം വരെ സംഭവിക്കാവുന്ന സ്ഥിതിയിലേക്ക് മാറുമായിരുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എത്രയും നേരത്തെ ഇതിനെ ക്യാച്ച് ചെയ്ത് വേണ്ട രീതിയിലുള്ള ചികിത്സ ഒരുക്കാനുള്ള നടപടിക്രമങ്ങൾ വനം വകുപ്പും മറ്റുമൊക്കെ ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ അഭയാരണ്യത്തിൽ ഈ കൊമ്പനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നു മുതൽ ഇതിൻ്റെ വിശദമായ രീതിയിലുള്ള ചികിത്സയും കാര്യങ്ങളുമൊക്കെ തുടങ്ങും. പ്രധാനമായിട്ടും ഈ മുറിവ് ഉണക്കുക, അതിനുശേഷം ഈ നിലവിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പഴുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പുഴുവരിച്ച നിലയിൽ അതിനെ കണ്ടെത്തിയിരുന്നു. കാരണം ഇതിൻ്റെ ഈ മുറിവിൻ്റെ ഈ വേദനയും മറ്റും അസഹനീയ കൊണ്ട് ഈ ചെളി വാരി ഇതിൻ്റെ ഈ മുറിവിലേക്കൊക്കെ ഇടുന്ന ഒരു സ്വഭാവം ഇത് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കാണിച്ചിരുന്നു. അതാണ് ഇത്രയേറെ ഈ മുറിവ് വർദ്ധിക്കാനിടയായത്. ഏതായാലും ആ ഘട്ടത്തിൽ നിന്നൊക്കെ മാറ്റി കൊണ്ടുവന്ന കോടനാട് അഭയാരണ്യത്തിൽ എത്തിച്ച് വളരെ നല്ല രീതിയിൽ ചികിത്സ നൽകുകയാണ്.